ഹലോ ഗൈസ്, ഈ ഒരു ഫീൽഡ് ഞാൻ ആദ്യമായിട്ടാണ് മൂവി റിവ്യൂസ്. ഇത് നമ്മൾ മൂവി റിവ്യൂ അല്ല ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു ട്രെയിലറിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ടോക്സിക് യാഷ് ആണ് ഏകദേശം ഈ പറയുന്ന KGF കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. KGF കഴിഞ്ഞാൽ KGFന്റെ ഹാങ് ഓവർ എനിക്ക് ഇപ്പോഴും ശരിക്കും മാറിയിട്ടില്ല സത്യം പറയാമെങ്കിൽ. KGF 1 ആണെങ്കിലും 2 ആണെങ്കിലും വെറുതെ എങ്കിലും TV കണ്ടു കഴിഞ്ഞാൽ ഒരു മിനിറ്റത്തെ ഞാനത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ മൊത്തം എനിക്ക് ഇപ്പോഴും കാണാൻ പറ്റും. ഇപ്പോഴും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഇടിച്ചിടാനുള്ള ഒരു അഡ്രിനലിൻ റഷ് അതിനകത്തുണ്ട്. അത്രയും നല്ലതായിരുന്നു KGF. ഇനി ആ KGFന് താഴോട്ട് പുള്ളിക്ക് പോകാൻ പറ്റൂല. KGFന് മണ്ടയ്ക്കോട്ട് തന്നെ പോകണം. ഈ ടോക്സിക് അങ്ങനെ ചെയ്യുമോ എന്ന് നമുക്കറിയത്തില്ല. ഇൻട്രൊഡ്യൂസിങ് റോക്കിംഗ് സ്റ്റാർ യാഷ് ആസ് റായ. പേര് റായ. I want my son to have a peaceful death. Do you think he'll come? I don't think so. Nobody's so insane. സത്യം പറഞ്ഞ ഈ സിനിമയുടെ ഒക്കെ ഞാൻ വിചാരിച്ചു കുറേ നാളെടുക്കുമായിരിക്കും ഈ ഹോളിവുഡ് ലെവലിലോട്ടൊക്കെ. നമ്മുടെ ഈ ഒരു ഹോളിവുഡ് മൊത്തം ലെവലൊന്നല്ല, ഏകദേശം ആ ഒരു ഫീൽ, ആ ഒരു ടച്ചൊക്കെ കിട്ടാൻ കുറേ നാളെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പെട്ടെന്നായിരുന്നു ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ മൂവീസിൻ്റെ ഒക്കെ വേഗം ആയിരുന്നു ട്രാൻസ്ഫോർമേഷൻ. ബോളിവുഡും ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്. ദുരന്തർ എനിക്ക് ലാസ്റ്റായിട്ട് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബോളിവുഡ് മൂവി ദുരന്തർ മാത്രമാണ്. ലാസ്റ്റായിട്ട് കണ്ടതിൽ വേറെ ഒന്ന് ബോളിവുഡ് ഈയിടെ ഇറങ്ങി ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ദുരന്തർ നല്ലതായിരുന്നു. ഇപ്പം സൗത്ത് ഇന്ത്യൻ മിക്കതും സീന. ഐ ഹോപ്പ് യാഷിന് റോക്കി ബൈയുടെ തന്നെ ടച്ച് കാണുമെന്ന് ഇതിൻ്റെ അകത്ത്. കാരണം അതാ എക്സ്പെക്ട് ചെയ്യുന്ന ഓഡിയൻസ് എല്ലാം. റോക്കി ബായിയെ തന്നെ വേണം. കാറനക്കാൻ പറ്റിയ വഴി. ഏറ്റവും ചിൽ വേറ്റ് കാറനക്കാൻ. വാവ്, അത് കൊള്ളാം. പണ്ണി കൊന്നു കളഞ്ഞ്. പ്രൊഡക്ഷൻ ഇത്രയും കണ്ടെടുത്തോളം ഇതിന് KGFന്റെ ഒരു സ്വാഗ് ഉണ്ട്, KGFന്റെ ഒരു ഫീൽ ഉണ്ട്. അതങ്ങനെ തന്നെ വേണം. പേഴ്സണലി എനിക്ക് അങ്ങനെ തന്നെ വേണം. എനിക്ക് അതിൻ്റെ താഴോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം KGFന്റെ താഴോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറയുന്നത്, ഞാൻ പണ്ട് എൻ്റെ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ ഇത്രയും സിനിമ ഈ KGF എന്ന് പറയുന്ന ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ യാഷിനെ കരിയർ അങ്ങ് നിർത്താം. മതി, എനിക്ക് ഈ ഇത്ര സിനിമ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് നിർത്താം. അപ്പോഴും ടോപ്പിൽ തന്നെ നിൽക്കും. കാരണം ആ KGF അങ്ങനെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു KGF. എനിക്ക് അതുകൊണ്ടാണ് ഈ യാഷിൻ്റെ സിനിമ ആ ഒരു ലെവലിൽ തന്നെ നിൽക്കണം, അല്ലെ അതിൻ്റെ മണ്ടയ്ക്ക് പോകണം. അല്ലെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയി പോകും. Daddy's home. ആ ഒരു ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ആ ഒരു സ്വാഗ് ആണെങ്കിലും യെസ്, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്.
KGF-ന്റെ ആ ഒരു ടച്ച് എനിക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. എനിക്ക് വേണ്ട യാഷ് ഇതിനകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് സിനിമ ആണെന്നേരം നമുക്ക് ബാക്കി അറിയാം. 2.51 മിനിറ്റ് വേർത്തിട്ടായിരുന്നു. ഈ ദുരന്തറിന്റെ സെക്കൻഡ് പാർട്ടും ഇതും കൂടെ ഏകദേശം ഒരുമിച്ച് ഇറങ്ങുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു വലിയ ക്ലാഷ് തന്നെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി അത് ആൾക്കാരെല്ലാം കൂടെ ഡിവൈഡ് ചെയ്ത് നോർത്ത് വേഴ്സസ് സൗത്ത് ആക്കി മാറ്റും, സൗത്ത് ഇന്ത്യൻ വേഴ്സസ് നോർത്ത് ഇന്ത്യൻ ആക്കി മാറ്റും. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ സിനിമ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം കൈ വെട്ട്, കുത്ത്, പറക്കുന്നു, ചെവി പറന്നു പോകുന്നു, പ്ലക്ക്, ഇതൊക്കെ തന്നെ തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് തന്നെ. ഇത് കണ്ടല്ലേ മറ്റേ സീൻ എനിക്ക് ഒന്നുകൂടെ ഒന്ന് കാണണമായിരുന്നു. അത് കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അത് ഒന്നുകൂടെ പ്ലീസ് ആയി വേണം സീറ്റ് കണ്ടോ. ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ആവണമെന്ന് തോന്നും. 2026 ഏകദേശം 19 തീയതി ഇത് ഇറങ്ങും. എനിക്ക് തോന്നുന്നു ഈ പടം ആയിരിക്കും, അഡൾട്ട്സിന് വേണ്ടിയുള്ളതായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ചെറിയ പിള്ളേർക്കൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കൈ, കാല്, മുഖം, ചന്തി, പ്ലക്ക്, ഇതൊക്കെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഞാൻ ഉറപ്പായിട്ടും പോയി കാണുന്നതായിരിക്കും. എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും ഇതുപോലൊരു ക്യാരക്ടർ സിനിമ കയറുവാണെങ്കിൽ ഇതുപോലൊരു ക്യാരക്ടർ ചെയ്യണം. ഇങ്ങനെ യാഷിനെ കൂട്ടാവണമെന്നുള്ളത് ഞാനും പല പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്. ക്യാരക്ടർ ചെയ്യുവാണെങ്കിൽ റോക്കി ആയിരിക്കണം, അത് KGF ആയിരിക്കണം. KGF കണ്ടുകൊണ്ട് ഞാൻ എനിക്കൊരു 15 സെക്കൻഡ് ഞാൻ കണ്ടാൽ മതി, ഞാൻ KGF ബാക്കി മൊത്തം കാണും. എനിക്ക് ഇപ്പോഴും അത് കാണാൻ നേരം അതിൻ്റെ ആ ഒരു അഡ്രിനലിൻ റഷ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരാൾ ഇടിക്കാൻ തോന്നും. എനിക്ക് അങ്ങനത്തെ പടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മറ്റത് കയറുന്ന പടമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ പറഞ്ഞുകൊണ്ട് കൈ, കാല്, ചെവി, മൂക്ക്, പ്ലക്ക്, വാവ്. ഒന്നുകൂടെ ഒന്ന് കാണട്ടെ. അപ്പോൾ ശരി, ഞാൻ കണ്ടോണ്ടിരിക്കാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മളിനിയും ഈ പരിപാടിയുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കാശിൻ്റെ അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ്. അടുത്ത വീഡിയോ കാണാം. ടാറ്റ. റെക്കോർഡ് ഇത് എഡിറ്റിംഗ് ഒന്നും കാണത്തില്ല കേട്ടോ.